എന്നെ ഒരു ലൈവ് ഇടാൻ സമ്മതിക്കില്ലടാ ഇവന്മാരൊക്കെ. എന്തൊരു പ്രശ്നം എന്ന് പറയാ, ഭയങ്കര ശല്യമായേ. പുതിയ റിക്രൂട്ട്മെന്റ് ഒക്കെ ശല്യമാണേ. ഇത് കേട്ടിട്ട് ഇവന്മാർക്ക് ഈ ഇതാണോ അതിന് വേണ്ടിട്ടാ പറയണേ. ഇവിടെ പാട്ടും ബഹളവും. ഉള്ളി സൂര്യക്ക് നമ്പർ ഷെയർ ചെയ്തിട്ട് പോയേക്കുന്നു. കാണാൻ കയറുന്നത് എന്റെ 10 ലക്ഷം. ബാബു പുള്ളി 5 വർഷം കാത്തിരുന്ന് പുള്ളി സിറ്റി കയറി കേട്ടോ. വന്നു പറഞ്ഞ ആദ്യം കണ്ടത് നീകനെയും ചന്ദ്രനെയും. ഇന്ന് ഇറങ്ങുവാ ലാസ്റ്റ് ആയിട്ട്. അതാ നല്ലത്. പറഞ്ഞോടാ. ജീവിതം മൂഞ്ചി കുത്തി കോവിഡ് പിടിച്ചിരുന്ന സമയത്ത് എന്റെ ലൈഫ് മാറ്റിയതാണ് നിങ്ങളെല്ലാവരും. അതാണ് നമുക്ക് ഇഷ്ടം. ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ കൂടെ അത് കേൾക്കുമ്പോ എന്തോ പോലെ. അണ്ണാ ഫസ്റ്റ് കേറി സിറ്റിയില് കേറി 2ാമത്തെ ദിവസം ഞാൻ വന്നത് TV ഗാംഗോസിക്കാ. ഗാംഗോസ് കേറിയെന്ന് അതിക്രമിച്ച് കേറി എന്ന് പറഞ്ഞ് 10 ലക്ഷം രൂപ എന്റെ കടം വാങ്ങിയ ആൾക്കാര് കത്തിപ്പോയതുകൊണ്ട് എന്റെ പൈസ പോയില്ല. പച്ചക്ക് മെറ്റടിച്ചതിന് നീ ഒരു 10 കോടി കൊടുക്കുന്നതിന് നഷ്ടമില്ല കേട്ടാ. പിന്നെ നിനക്കെങ്ങനെ TV ഗാംഗോസ് സിറ്റി കയറി പറഞ്ഞേ? അതല്ല ആൾക്കാരോട് ചോദിച്ചാണോടാ ബാബു എന്തൊക്കെയാണ് ചോദിച്ചിട്ട് കേറി. ഞാൻ സ്ട്രിക്ട് പ്ലെയർ ആണ്, മുള്ളിക്ക് അറിയാലോ. ശീലമില്ലാത്ത കാര്യമാണിത്. താങ്ക് യു സോ മച്ച് ഫോർ ദ ഫീഡ്ബാക്സ്. നമുക്ക് അങ്ങോട്ട് പരിപാടിയിലോട്ട് പോകാം. പോസ്റ്റ് ആവും. കണ്ടതിൽ സന്തോഷം. അത് വേറെ കാര്യം, നിങ്ങൾക്കൊരു പാട്ട് പാടി തരുന്ന ആഗ്രഹമുണ്ട്. ഇവിടെ വെച്ച് വേണ്ട, കത്തിപ്പോവും, മോളിയും കട്ടായി പോവും. കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ദിവസം സെറ്റ് ആക്കാം. ഓക്കെ. അച്യുതൻകുട്ടി, കളരിക്കൽ അച്യുതൻകുട്ടി. ഓക്കെ അച്യുതൻകുട്ടി, കാണാം. ഇവിടെ നോക്കിയേ, ഇവിടെ നോക്കി അറിയാം മുള്ളി. ഇങ്ങോട്ട് നോക്കിയേ. ഞാനൊരു കാര്യം പറയട്ടെ, എന്തായാലും കുറച്ച് ദിവസം ഇല്ല. ഞാനൊരു കണ്ടന്റ് തരട്ടെ. എന്റെ മുള്ളി നിക്കുന്നത് എലി. ഞാൻ ഫസ്റ്റ് ദിവസം തന്നെ വന്നു കഴിഞ്ഞാൽ വിഷമാവും. അതാണ് മള്ളി. ബാബു മള്ളി എലി ഈ കാലില് ഹീൽസ് ഒക്കെ വെച്ച് പിടിപ്പിച്ചേക്കുന്നതാണ് എലി. ഞാൻ പരിചയം വന്നോടെ കണ്ട മള്ളി. ഒരുപാട് ആട്ടുണ്ട് കേട്ടോ. പ്രശ്നമാവും. ഉളിക്ക് പിടിക്കലി. മള്ളിക്ക് ഇതൊക്കെ കാണുമ്പോ സൈക്കിള്. ഞാൻ പരിചയം വന്നോടെ കണ്ട മള്ളി. ഒരുപാട് ആട്ടുണ്ട് കേട്ടോ. പ്രശ്നമാവും. ഉളിക്ക് പിടിക്കലി. മള്ളിക്ക് ഇതൊക്കെ കാണുമ്പോ സൈക്കിള് കേട്ടോ. ബാബു എന്റെ ക്രഷിനെ പരിചയപ്പെടുത്തരാം. ഒന്ന് വരൂ. വാ. ഞാൻ എലിയൊന്നും പറയണ്ട. ഞാൻ അതിനു വേണ്ടി വേറൊരു ദിവസം കേറുന്നുണ്ട്. എനിക്ക് പിന്നെ അടുത്ത് വരത്തില്ല. ക്രഷൊന്നുമില്ല, പണ്ടത്തെ സ്ഥിരം പരിപാടി. ആരെങ്കിലും കേൾപ്പിക്കുക എന്തേലും പറയാം. ഓ കൊറേ എണ്ണ ചെലവാകും കേട്ടോ മള്ളി. ആ എണ്ണ അല്ലടാ ഇവിടെ വിൽക്കുന്നേ. എന്തിനാ ചന്ദ്രൻ മറ്റേ എണ്ണായിരിക്കും വെക്കുന്നത്. മള്ളി ഉറപ്പായിട്ട് നോക്കിയൊക്കെ ഒരു നോട്ട്സ് എടുത്ത് പമ്പ് ചെയ്ത് ഞാൻ പാരച്ചൂണ്ടായിരിക്കും വരുന്നത് ചന്ദ്രന്. ഡേഞ്ചർ ബോയ്സ് അവിടെ എന്തോ പരിപാടി ബാബു. ഒന്ന് വന്നേ. എടാ ഇവിടെ ഡാൻസ് പ്രോഗ്രാം നടക്കുമായിരുന്നു. കഴിഞ്ഞു. എടാ ഞാൻ കണ്ടില്ലടാ. അയ്യോ എടാ നമ്മുടെ പമ്പ് എല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞങ്ങളെ ചന്ദ്ര ഇന്ന് റേഡിയോയിൽ ഒരുത്തനില്ല. ഞാൻ എന്താന്നറിയോ, 15 ഇവിടെ അവിടെ ഉണ്ടല്ല.
ഞാൻ ഇപ്പൊ കുറച്ചേരത്തെ അറിഞ്ഞത് നേരത്തെ അറിഞ്ഞിരുന്നു ഞാനിപ്പോ അറിഞ്ഞു. അത് പ്രശ്നമില്ല ചന്ദ്ര, ഇതില് നീയല്ലടാ മെയിൻ, നിന്റെ സിനിമാറ്റിക് അല്ലേ ഇത്? നാളെ ഇതിന് കഴിയട്ടെ, ഒരു കോള് വിളിക്കുന്നുണ്ട് ചന്ദ്ര, ഇത് കഴിയട്ടല്ലേ, ഇത് തത്സമയം കഴിയട്ടെ. സോങ് ഓഫ് ചെയ്യാൻ പറയൂടാ. കേൾക്കുന്നില്ല പോലെ അണ്ണ ഉദ്ഘാടനം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഈ എളിയ പരിപാടിയിൽ എത്തിച്ചേർന്ന എക്സലന്റ് സിറ്റിയിലെ നല്ലവരായ എല്ലാ നാട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ടിവിയുടെ സൈഡിൽ നിന്നും അതുപോലെ എന്റെയും ചന്ദ്രന്റെയും പേഴ്സണൽ ആയിട്ടുള്ള സൈഡിൽ നിന്നും ഞങ്ങൾ നന്ദി അറിയിച്ചു കൊള്ളുന്നു. നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു പമ്പായിട്ട് ഇതിനി മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അപ്പൊ താങ്ക് യു ഗൈസ്, താങ്ക് യു. ഒരു ഫോട്ടോ എടുത്തിട്ട് ഇറങ്ങാം അണ്ണാ. നമ്മുടെ ബ്ലാക്ക് മാഫിയയിലെ പിള്ളേരെടുത്തും അതുപോലെ തന്നെ കഷ്ടപ്പെട്ട് നിലവിളിച്ച് ഇവിടെ എല്ലാം ആങ്കർ ചെയ്ത സൂര്യബോസ് പിന്നെ നമ്മുടെ ദൈവങ്ങളായ ചെരുപ്പം നൂരിട്ടെ ബാബു എവിടെ? അത്രേ ഉള്ളൂ. ബാബുവിനെ ആരോ ബാക്ക് സ്റ്റേജിൽ കൊണ്ടുപോയി. പമ്പ് തീ പിടിക്കുന്നത് നോക്കണ്ട, പമ്പ് ചെറുതായിട്ട് തീ പിടിച്ചിരിക്കും. പമ്പല്ലേ ചിലപ്പോ പൊട്ടിത്തെറിയില്ല. അതിന്റെ അടുത്തോട്ടൊന്നും ആരും എന്തായാലും പോണ്ട. ചെറിയ ചെറിയ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ബംഗാളികളല്ലാതെ എല്ലാവർക്കും ഇവിടെ നിന്ന് നമുക്ക് പെട്രോൾ അടിക്കാവുന്നതായിരിക്കും. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പൊ അത് അവര് തമ്മിലുള്ള യൂണിവേഴ്സ് ആണ്. ആ യൂണിവേഴ്സ് ഇത് ബാബുവാണോ? ബാബു എവിടെ? ബാബുവിന്റെ നമ്പർ ഇതല്ലേ? ഹലോ ബാബു എവിടേക്കുന്നു? മള്ളി ഞാൻ ഇവിടെ പമ്പിന്റെ ഇവിടെ തന്നെ ഉണ്ട്, സ്റ്റേജിന്റെ ഇവിടെ. അനൗൺസ്മെന്റിലും പറഞ്ഞ കേട്ടായിരുന്നോ? എന്തായിരുന്നോ? ബംഗാളികളല്ലാത്ത എല്ലാവർക്കും നമ്മുടെ അതൊന്ന് പമ്പിൽ നിന്ന് പെട്രോൾ അടിക്കാം. ഓ അതിന് എനിക്ക് കാറില്ല മള്ളി, അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തത്. ഇവിടത്തെ കോമൺ വണ്ടിക്കും പെട്രോൾ ഒഴിക്കണം, മൂത്രമൊഴിച്ച ഓടില്ല. ഞാൻ അവന്റെ തന്തയ്ക്ക് പറഞ്ഞേ. അണ്ണ വാ ഉദ്ഘാടനം ചെയ്യാം. വാ ബാബു വാ ഉദ്ഘാടനം ചെയ്യാം. അണ്ണ അങ്ങോട്ട് ബാബു ഞാൻ അറിയാൻ പറ്റേ ഇവിടുത്തെ സിസ്റ്റം ഇപ്പൊ പഴയതുപോലൊന്നും അല്ല. നമ്മൾ ആരും അറിഞ്ഞില്ല സിറ്റിയിൽ ഇങ്ങനെ ഒരു ഇവന്റ് ഉണ്ടെന്ന്. സ്വന്തമായിട്ട് സിനിമാറ്റിക്സ്, സ്വന്തമായിട്ട് പരിപാടി എല്ലാം സെറ്റ് ചെയ്ത് സ്വന്തമായിട്ട് ഇവന്റ് സ്വന്തമായിട്ടാണ് അറിയാമോ ഹോസ്റ്റ് ചെയ്തത്. പിന്നെ മുള്ളി വേറൊരു കേസ് നടന്ന കേട്ടോ. മുള്ളി AFK പോയി. എന്താ ചന്ദ്രനാക്കി കൊടുത്ത് അവിടെ ഇരുത്തിയിരിക്കുവായിരുന്നു. മള്ളി കേട്ടില്ല, പക്ഷെ മുള്ളി അങ്ങ് പൊക്കളഞ്ഞു മുള്ളി. അയ്യോ ഇവിടെ ടിവിക്കകത്തുള്ള ഒരു 15 എണ്ണം ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ അമ്മരെ കൊണ്ട് ഒരു ഗുണം ബാബു നമുക്ക് ഇത് ഞായറാഴ്ച ഓക്കെ ഓക്കെ. അപ്പുകുട്ടനെ കൊണ്ട് ഒരു സിനിമ ഏൽപ്പിക്കുന്നുണ്ടേ. ഫസ്റ്റിലോട് ചന്ദ്ര എന്താ ചെയ്യണ്ടേ? അണ്ണനവിടെ റോൾ ഇട്ടിട്ടുണ്ട്. അണ്ണൻ നേരെ പോയി ഞാൻ പറഞ്ഞുതരാം. അലീന അല്ലെന്ന് പറഞ്ഞോടത്തെ, അലീനെന്ന് പറഞ്ഞോടത്തെ. ഇവിടെ കണ്ണ് വെച്ച് നോക്കണേ. ആ ഓപ്പൺ ചെയ്ത് എന്നിട്ട് അതില് താഴോട്ട് വരുമ്പോ അപ്ഗ്രേഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതില് സ്റ്റാർ ഇല്ലാത്തതൊക്കെ സ്റ്റാർ ഇടാവോ മൊത്തം? കയ്യിൽ പൈസ പോകുന്നേ സ്റ്റാർ ഇടാൻ പറ്റുന്നില്ല, അതിൽ ഞെക്കാൻ പറ്റുന്നില്ല. അയ്യോ ആദ്യം കാശ് അധികം ഇടണം കേട്ടോ അണ്ണ. ഇൻസഫിഷ്യന്റ് മണി. ഓക്കെ ഓക്കെ. നീ തന്നെ ചെയ്യണം, എനിക്കല്ലാതെ വിഷമവും. ലാസ്റ്റ് മാത്രമേ ഇത്രയൊക്കെ ഇത്രയും പരിപാടി കെട്ടിപ്പൊക്കൽ ഇതൊക്കെ ചെയ്തിട്ട്
അതെ നീ തന്നെ ചെയ്തോ, ചന്ദ്രൻ, നീ തന്നെ ചെയ്തോ, നീ തന്നെ ചെയ്താ മതി. ബാബു അത് പറഞ്ഞ് മനസ്സിലാക്കാൻ അതെ, ബാബു ഒരു സ്ലോട്ട് ഫ്രീ ഉണ്ടെന്ന് പറഞ്ഞേ ടിവിയിലോട്ട്. ഓക്കേ. ചന്ദ്രേട്ടൻ ചന്ദ്ര ചെയ്യുമ്പോഴേ സ്വന്തം അച്ഛന്റെ മനസ്സിൽ വിചാരിച്ച് ചെയ്യണേ. ചന്ദ്രേട്ടൻകി നിന്റെ മനസ്സിലൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. ധൈര്യം അണ്ണ ചെയ്തോ. അണ്ണൻ ഞാനും ആ കോമഡിക്ക് ചിരിക്കാവേ. ഇത്ര ആലോചിച്ച് ബാബു ഞാൻ എന്റെ അച്ഛന്റെ പേര് കണ്ടോളമാരെ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ എനിക്ക്? ചന്ദ്ര, എലിയുടെ എലി ഒന്നും കൂടെ വന്നേ, എനിക്ക് കാര്യം പറയാനുണ്ട്. നിന്റെ അടുത്താ ചേട്ടാ. ഹലോ ആ ഹലോ, ഒന്ന് വരാവോ? ഒരു മിനിറ്റ് എലി പോവല്ലേ, പറഞ്ഞു. ഹലോ ആ. വീഡിയോ ഒക്കെ അല്ലേ? എടാ വീഡിയോ സെറ്റാണ് ഞാൻ പറയാം. ഞാൻ നല്ല അടിപൊളി അടിപൊളി അടിപൊളി. നീ ഇത്ര ചെറിയ സമയത്ത് ചെയ്തല്ലേ, ഇന്നലെ ഒരു ദിവസം ചെയ്തതല്ലേ, അടിപൊളി. ഞാൻ ഇപ്പൊ വരാവേടാ. മുള്ളി. ഓക്കെ ഓക്കെ ഓക്കെ. ബാബു ഒന്ന് വന്നേ ബാബു. കൊണ്ട് ആ, ബാബു ഒരു ബ്രേക്കപ്പ് പറഞ്ഞപ്പോഴത്തേന് എന്റെ കാശില്ല. ചുമ്മാ ഇരിക്കണ്ണ. എത്ര വേണം ചന്ദ്ര, എത്ര നീ വേണം കഴിഞ്ഞ നീ 100 കോടി അന്നെ ഉള്ളു. ബാക്കി എന്റെ അരിച്ചു പൊരിച്ച് എല്ലാം പമ്പ് നാളെ തുറക്കുന്നുള്ളൂ പറ. പമ്പ് നാളെ തുറക്കുള്ളൂ. പമ്പ് നാളെ തുറക്കാന്ന 100 കോടിയോ? 100 കോടി ഇൻവെസ്റ്റ് ചെയ്ത 200 കോടി തിരിച്ചു തരാം. കാറ്റ് മള്ളി ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. പമ്പില്ല, എടാ പമ്പ പമ്പില്ല, എന്റെ പമ്പ് അത്ര ഇങ്ങനെ നടന്ന് പൊട്ടണേ. 10,000 lakh 10 lakh. നീ തീയല്ലേടാ, നീ ഫയർ അല്ലേ ചന്ദ്ര? സത്യം വേടി ഒന്നാം തരം. ചാവ സമയം നീ കേട്ടാ. കൊല്ലില്ല, അത് വേറെന്തും ഇല്ല ചന്ദ്ര. എടാ 1 കോടി രൂപ വേണോ സീരിയസ് ആയിട്ട്? അല്ല 100 കോടി. മുള്ളി ചുമ്മാ റോൾ ചെയ്യാൻ പറ്റും. 0 കാശാ 2000 രൂപ ഉള്ളു. ഇല്ല 25,000. 1 കോടി രൂപ മതിയെന്നാണല്ലോ എന്റെ അടുത്ത് സൂര്യബോസ് പറഞ്ഞത്. അണ്ണാ 1 കോടി അണ്ണാ മുള്ളി ഇവൻ ഒരു സ്റ്റാർ ഇടാം. അണ്ണാ 1 കോടിക്ക് ഒരു സ്റ്റാർ ഇടാൻ പറ്റത്തുള്ളൂ. അണ്ണാ ഒരു സ്റ്റാർ ഇട്ടായി തൽക്കാലം. ഒരു സ്റ്റാർ ഇട്ടിട്ട് പയ്യെ സ്റ്റാർ കൂട്ടി. എന്തായാലും മയ്യെ 100 സ്റ്റാർ ക്രിസ്മസ് വേണ്ട. നിനക്ക് ഞാൻ ഒരാളെ വിളിച്ചോട്ടെ, 100 സ്റ്റാറില്ല. ലോഡ് ലോറി കുറെ പരിപാടികളുണ്ട് ഇതിന്റെ അകത്ത്. അണ്ണാ 50 കോടി 50 കോടി തരാം. 50 കോടി അതിൽ കൂടുതലില്ല. കൊടുക്കില്ലേ മുള്ളി? 50 കൂടിയോ? ഫ്ലാറ്റ് 50 100 കോടി ഞാൻ 200 കോടി തരും. 10 100,000 10,000 lakh 10 lakh crore 10 crore. ഓസിന്റെ മൂല്യം നടക്കെ തന്നെയല്ലേ ചന്ദ്ര? മുള്ളി എടാ, ചെന്നി ഐഡിയ തരാം, പറ. പമ്പ് ഓ, വാങ്ങിക്കാൻ. ഇങ്ങനെ വന്നു ഇപ്പൊ എലിക്കുട്ടി TV ബാബു ചന്ദ്രൻ. വാവ്, ഞാനെന്തെങ്കിലും വാങ്ങുവാണേ. 50 കോടിക്ക് എല്ലാം കിട്ടും. ആ ഇൻവെന്ററി എടുത്ത് ഒരു 10 പൈസ ആർക്കെങ്കിലും കൊടുക്കാൻ നോക്കാം, അന്നേരം പേര് കാണിക്കും. അതാ ഉദ്ദേശിച്ചത്. ഞാൻ അല്ലെങ്കിലും ബാഗ് വേണം ബാബു. ഞാൻ പറയട്ടെ ബാബു, സാധാരണ നമ്മൾ മ്യൂച്വലി ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് ബാബു നമ്മൾ തമ്മിൽ കാണുമ്പോൾ മര്യാദക്ക് അറ്റ്ലീസ്റ്റ് സംസാരിക്കാനുള്ള മാനേഴ്സ് എങ്കിലും നമ്മൾ കാണിക്കാറില്ലേ ബാബു? തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് സംസാരിക്കണം. അതെ. ബ്രോ അല്ലാതെ എടാ പരിന്തുവാസൊന്നും അല്ലല്ലോ ബ്രോ വിളിക്കുന്നത്, മാന്യമായി ബ്രോ എന്നല്ലേ ബ്രോ ഇത് കേൾക്കുമ്പോഴേ ട്രിഗർ ആവണില്ലേ ബാബു നീ? എങ്ങനെയാണ് ബ്രോ ട്രിഗർ ആവുന്നത്? അല്ല അല്ല, നിങ്ങളിപ്പോ റിലേഷൻഷിപ്പിലാണോ? അല്ലല്ലല്ല, ഞങ്ങൾ ബ്രേക്കപ്പ് ആയി ബാബു. ഇങ്ങനെ കടി മനസ്സിലായില്ലേ അലീന ഇങ്ങ് വന്നേനെ. മുള്ളയിലെ കടിയോ? അണ്ണാ സൂര്യ ഇങ്ങോട്ട് വന്നേ. എന്റെ ബാക്കിൽ നിന്ന് തൊളയാണ് അവിടെ തൊളയാണ് ബ്രോ, ബ്രോ, എന്ന് പറഞ്ഞ് വളയ്ക്കും. എന്തൊക്കെ എലി നീ പറയുന്നേ? എന്നെ കൊണ്ട് എന്ത് സംസ്കാരമില്ലാത്ത സംസാര രീതിയാണ് ഇതൊക്കെ. അലീന ഇങ്ങ് വന്നേ. എന്റെ മള്ളി ഇങ്ങനെ എനിക്ക് തനിക്ക് എടാ, ഒരു മിനിറ്റ്. എലിയുടെ കണ്ണി നോക്കിയാ മള്ളി സംസാരിക്കുന്നേ. പറ. അണ്ണാ ഈ കുടുംബത്തിനെ കണ്ട ഈ കുടുംബം ഇപ്പൊ ആത്മഹത്യ ചെയ്യും ഇവിടെ. ഓ നിങ്ങൾ എന്തോ വെച്ചാൽ നടക്കണം. ചന്ദ്ര ഇവന്റെ അടുത്തൊന്നും കാശ് കൊടുത്തില്ല. അനീന, പണ്ട് തലയിലൊരു പഴയ എടാ നീ ഇന്നലെ മെസ് ഡയലോഗ് അടിച്ചാലടാ 1 കോടി രൂപ മതി പമ്പ് നടത്താൻ, അതുകൊണ്ടല്ലേ ഞാൻ മേടിക്കാന്ന് പറഞ്ഞേ. എടാ, അവന് എടാ, അവനെ സൂര്യ കൊച്ചു ബോസേ, പൈ- എടാ അണ്ണാ നിങ്ങൾ കൊച്ചു പയ്യല്ലാണ് അവന് അത്ര കളറേ ഉള്ളൂ. ഇന്നലെ ഊങ്കിട്ട ഞാൻ ചോദിച്ചില്ലേ എവളോ കൃഷിയാർ വേണം പമ്പ് നടത്തുന്നത്. എന്നെ സ്വന്തം 1 കോടി പോതുവന്ന് ഹലോ ഇവൻ മാനേജ്മെന്റ് ടീം ഒന്ന് വരാമോ? ഇവൻ മാനേജ്മെന്റ് പൈസ എടുക്കാൻ പറ. ചിരിക്കണം. ചന്ദ്രന്റെ മോനല്ലേ? അണ്ണാ കൊല്ലല്ലേ? വേണ്ട 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 കൊല്ലരുത്, കൊല്ല പ്രശ്നം. അവന്റെ കുടുംബം നമ്മളെ എന്റെ പൊന്നാലീന് 1 കോടി രൂപ മതിയെന്നാണ് പറഞ്ഞത് എന്നോട്. 1 കോടി. എല്ലാം വിറ്റുറക്കി പമ്പ് വാങ്ങിച്ചു. ഞാൻ ഒരു കാര്യം പറയാം. ആ, ചന്ദ്ര ഒറ്റ മുള്ളിയുടെ കാര്യം രഹസ്യം പറഞ്ഞോട്ടെ. ആ ശരിടാ. മുള്ളി ചന്ദ്രനോട് പറയാൻ പറ്റിയ ഒറ്റ കാര്യമുള്ളൂ. ആ. പണ്ട് അർജുനൻ വിട്ടൊരു അമ്പ്
ഇന്ന് ടി വിക്ക് ഉണ്ട് ഒരു പമ്പ്. ഇനി ചന്ദ്രൻ ഇവിടെ ഇരുന്ന് മുമ്പ് സൂപ്പർ കോമഡി ചിരിക്കണേ. ഇത് ഞാൻ മുകളിൽ പോയപ്പോ പറഞ്ഞായിരുന്നു. സ്റ്റോക്ക് ഇല്ലയോ പെട്രോൾ ഇല്ലയോ ഓ ചിരിക്കാം. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ആദ്യം അണ്ണാ, solve അണ്ണാ, ആക്കാം. ഈ നാല് പ്രാവശ്യം പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ചന്ദ്രു എത്ര പഠിച്ചാലും ശരി ഞാൻ പറഞ്ഞ പോലെ മുകളിൽ 100 കോടി തന്നില്ലെങ്കിൽ നീ ഇവിടെ ഇരുന്ന് ഊമ്പ്. ഇത് തന്നെയാണല്ലോ നടക്കാൻ പോകുന്നത്. എടാ ബിസിനസ് നമ്മൾ ഡീൽ കേട്ടാ. വരുമാനം വരത്തുള്ളൂ. ഞാൻ അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം. ബാക്കി 50 കോടി ബാബുവിന് കൊടുക്കാം. നീ അത് ഇംപ്രസ് ചെയ്ത് വാങ്ങിച്ചോ ചന്ദ്ര. അത് simple ആണ് ചന്ദ്ര, അത് simple ആണ്. കടലോട്ട് ഇറങ്ങാണ്. ഞാൻ ചാടി എടുത്തോളാം. മതിലും ചാടി വണ്ടി ഓടിച്ചു വന്നവിടെ സ്റ്റോക്കില്ല കിട്ടോ നോക്ക്. കിട്ടിയില്ലെങ്കിൽ വന്ന് മുട്ടില്ലേ ഇവിടെ. തന്നിട്ടുണ്ട്, ബാക്കി കൂടെ തന്നിട്ടുണ്ട് ചന്ദ്ര. കൊണ്ടുപോയി അണ്ണാ ഈ ഇതുണ്ടല്ലോ അണ്ണാ, ഞാൻ തുടങ്ങാൻ പോവാണേ. ഇവിടെ തുടങ്ങാൻ ഞാൻ കത്തി കയറാൻ പോവാണേ. ഓക്കെ ഓക്കെ ഓക്കെ. അണ്ണാ, ഒരു മാസം കഴിഞ്ഞിട്ട് അണ്ണാ ഇവിടെ ഒന്ന് വരണം കേട്ടോ. ഇവിടെ അണ്ണാ ഇന്ന് വാടകയ്ക്ക് എടുത്ത ഈ കോട്ട് ഞാൻ നാളെ സ്വന്തമായിട്ട് ഇതായിരുന്നുണ്ടാ ആരും മള്ളി ഇതാരാ? നമ്മൾ ഇനാഗ്രേഷന് ഡാൻസ് കളിക്കാൻ വേണ്ടി എടുത്ത ഒരു ഡാൻസ് കളിച്ച് കാണിച്ചു കൊടുക്ക്. മോളെ ആ പാട്ട് കൂടി പാട്ടോട് പാടി. ചന്ദ്രബ്രോ ഒരു മിനിറ്റ് സ്റ്റോക്കില്ലല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് ഐശ്വര്യ അടിക്കാന്ന് കേട്ടപ്പോ സ്റ്റോക്കില്ലല്ലോ. പഴയ വീഞ്ഞു പുതിയ കുപ്പിയിലല്ലേ മള്ളി? ബ്രാൻഡിങ് മാത്രം മാറ്റി. ഞാൻ വിജയ് പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും സിറ്റിയിരുന്ന് ഞാൻ പോണേന്. പേയ്മെന്റ് കറക്റ്റ് ആയിട്ട് ചന്ദ്രനെ മേടിച്ചു കേട്ടാ. അവന് തന്നില്ല. എന്റെ വക 100 രൂപ കുട്ടിക്ക്. ഓ അങ്ങനെ ഓ തന്നില്ലതല്ലേ. തന്നില്ല എന്നാണ് മനസ്സിലായി കാര്യമേ. അതല്ല മള്ളി സത്യം. ആരെന്ത് പറഞ്ഞാലും നമ്മുടെ ജീവിയിൽ അങ്ങനെ കേൾക്കൂ. സത്യം സത്യം അത് സത്യം. വേണ്ട, നമുക്ക് ഈ അച്ഛന്റെ കാര്യം വേണം, മാറ്റർ വേണം. സത്യം മുള്ളിക്ക് ഫീൽ ആവുന്നുണ്ടല്ലേ ഇടയ്ക്ക്? ചെറുതായിട്ട്. മൈ ബാഡ്. ബാബു ഫാമിലിയൊക്കെ എന്ത് പറയുന്നു? ഫാമിലിയൊക്കെ സുഖമായിട്ടിരിക്കണം മുള്ളി. കാരണം അവരൊക്കെ മണ്ണിന്റെ അടിയിലാണല്ലോ. ഞാൻ മാത്രമല്ലേ പുറത്തുള്ളൂ. ഈ പൈസ കൊടുക്കുമ്പോ ശ്രദ്ധിക്കണേ, സ്റ്റോക്ക് ഇല്ല കേട്ടോ. ഞാൻ വണ്ടിയും ചാടിച്ച് വന്നപ്പോ എന്റെ വണ്ടിയുടെ കണ്ടോ സ്റ്റോക്ക് ഇല്ലെന്നാ കാണിക്കുന്നത്. അയ്യോ, നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നതേ ഉള്ളൂ. ഫസ്റ്റ് സ്റ്റോക്ക് ഇപ്പൊ വരും. ചന്ദ്രൻ പൈസ കൊടുക്കുമ്പോ സ്റ്റോക്ക് ഒക്കെ നിറച്ചോന്നൊന്നും നോക്കണ്ട. സ്റ്റോക്ക് നിറയ്ക്കാനാ പൈസ കൊടുത്തത്. ആണോ ആരും വേണ്ട, അത് ബാബു വിളിച്ച് ഒന്ന്, പമ്പാ. ബാബു ഒന്ന്. മീനുക്കുട്ടി മോളെ ഇങ്ങോട്ട് വന്നേ. ബാബു മുള്ളി ഞാൻ എന്റെ സോൾമേറ്റിനെ കണ്ടു തോന്നുന്നു കേട്ടോ. ഒരു മഞ്ഞ കളർ കിളി. അതൊക്കെ ഓൾറെഡി 10 പേരുണ്ട് അവരുടെ സോള്. ഓയ്യോ, ഞാനൊരു കാര്യം പറയട്ടെ, ഇതാണ് മീനുക്കുട്ടി. എന്റെ മീനുകുട്ടി. എന്റെ ഞാൻ മോളെ- മീനുകുട്ടി പരിചയം. എന്റെ മോളെ മുള്ളി പോലെ മോളാണോ? അല്ല, എന്റെ മോളെ പോലെ ഞാൻ കാണുന്ന മോളെ. ഓ എനിക്ക് ഫോസ്കോ. ഇത് എന്താ ഇത് എനിക്ക് ചന്ദ്രന്റെ മോൻ. ഇത് ചന്ദ്രൻ പൊന്നിട്ട് എനിക്ക് ഇത് ഫ്രീ ആയിട്ട് കിട്ടിയത് മള്ളി. ചന്ദ്രനെ അതെ. ഇത് ബാലന്റെ ആണ് ശരിക്കുള്ള മോള്. ഇത് ബാലന്റെയോ? ആ ബാലന്റെ മോള് എന്ന് പറയുമ്പോ നമ്മുടെ മോളല്ലേ? അല്ല ബാലിന്റെ ഭാര്യയില്ലല്ലോ അവന്. പിന്നെ അതൊക്കെ നീ ഇവിടെ വന്നിട്ട് എത്ര നാളായി ബാബു? ആ അതൊക്കെ ഓൾറെഡി ആയി. ഇപ്പൊ 4 എന്താണോ അവന് ഭാര്യമാര്? മുള്ളി അവ ആകെ 2 തവണ പ്രേമിച്ചുള്ളൂ. അതിലൊരു കൊച്ചുണ്ടായി. മുള്ളി 10 തവണ പ്രേമിച്ചു ഇപ്പൊ തന്നെ. എടാ ഞാൻ ഇതൊക്കെ സംസാരിക്കേണ്ട ആവശ്യം നമുക്കിവിടെ ഉണ്ടോ? നമുക്ക് ഇതുപോലെ മോളെ പോലെ കാണാൻ ഓരോരുത്തരുണ്ടല്ലോ. നമുക്കത് മതി. നമുക്ക് ഇതൊക്കെ സന്തോഷം. നമുക്ക് മറ്റുള്ളവരുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. അത് സത്യം മള്ളി, അത് സത്യം. അങ്ങനെ മുള്ളി ഒന്നും കൂടെ പ്രേമിക്കണം. എനിക്കൊന്ന് സന്തോഷിക്കണം. ചില്ലറ കഴിയല്ലേ ബാബു നിനക്ക്. ഞാൻ വേറൊരു കാര്യം പറയാം കേട്ടാ. വേറൊരു കാര്യം ഞാൻ ക്ലിയർ കട്ടായിട്ട് പറയാം. ബാ, അത് പറഞ്ഞില്ല പറ്റൂല. മള്ളി പരിപാടിയെ പറ്റി യാതൊരു ഇൻഫോയും നമുക്കില്ലായിരുന്നു. ആ സ്റ്റേജ് കെട്ടിയതും തൊട്ട് പന്തലിട്ടതും തൊട്ട് സിനിമാറ്റിക് വീഡിയോയുടെ അങ്ങേ അറ്റം വരെ ഇവനാണ് ചെയ്തത്, ചന്ദ്രൻ. ആ. എന്നിട്ട് എന്നിട്ട് ഇടക്കിടക്ക് ഈ സൂര്യബോസ് ഇല്ലേ, നീ വരുന്നതിന് മുമ്പ് എന്റെ അച്ഛന്റെ പമ്പ് എന്നൊരു നിന്റെ റേഡിയോ നിന്റെ ശബ്ദം കേട്ട വായിൽ ചാണകം തിരുവേനി. മറ്റേ അല്ല മള്ളി എന്റെ പമ്പ് എന്റെ അച്ഛന്റെ പമ്പ് നമ്മൾ പറയാനേ. ഈ പമ്പിൽ മൊത്തം പൈസ സൈഡിൽ നിൽപ്പുണ്ട് ബ്രോ. മൊത്തം
ഈ പമ്പിന്റെ 80% ഫണ്ട് ടെന്റ് ഉണ്ടാക്കിയിട്ട് മുലലില്ലേ പിന്നെ? ടെന്റിൽ ഒരു വിലയില്ലേ? എടാ അതൊന്നും എനിക്ക് കിട്ടിയില്ല. ആൾക്കാർ ചോദിച്ചാ പറയാൻ വേണ്ടിട്ട് ദേ എന്നെ ആ പോസ്റ്ററിന്റെ സൈഡിൽ ചെറുതായിട്ട് കണ്ട സൈഡില് ആ ശരി അത് മാത്രമല്ല മള്ളി, ആ നിന്നെ പമ്പ് ഒന്നും ഉദ്ഘാടനം വെച്ചിട്ടേ ചെയ്യാൻ ഇല്ല, വിളിച്ച് പോസ്റ്ററിൽ പോലും ഇല്ല. വെച്ചിട്ടില്ല. മള്ളി ഞാൻ ഉള്ളതായിട്ട് അവന് ഓർമ്മ പോലും ഇല്ല. ഇടയ്ക്കിടയ്ക്ക് ഈ തന്തയ്ക്ക് വിളി കേൾക്കുമ്പോഴാണ് അവൻ എന്നെ ഓർമ്മ വരുന്നത്. ജോക്കിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മറന്നില്ല. ഏറ്റവും ലാസ്റ്റ് സിനിമാറ്റിക് വീഡിയോ അവസാനം ഒന്ന് ബ്ലിങ്ക് ആയപ്പോ ഞാൻ വിചാരിച്ചു ജോക്കിയെ കാണിക്കാൻ വരുന്ന സീനായിരിക്കും. സാധാരണ അങ്ങനെയാണല്ലോ. അങ്ങനെയാണ് പതിവ്. അത് അതേപോലെ കോപ്പി ചെയ്ത് കളഞ്ഞ് എന്ത് പറയാൻ പറ്റുമെന്ന് പറയല്ലേ. അപ്പൊ കണ്ണ് നിറഞ്ഞൊരാൾ പുറത്തിരിപ്പുണ്ടല്ലേ? സത്യം. പിന്നെ ഞാൻ എന്നെ ആ സൈഡിൽ വെച്ചോണ്ട് പിന്നെ എനിക്ക് പിന്നെ ഒരു സന്തോഷം. അല്ല മള്ളി, ഞാൻ പറയാ ഇന്ന് തന്നെ മൊള്ളിയുടെ ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞ എന്തെന്ന് അറിയുമോ? അത് 100 കോടി ചെലവുള്ള കാര്യമായതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഉദ്ഘാടനം അവർ സ്വന്തമായി അല്ല ചെയ്യൂലായിരുന്നു. നീ വേറൊരു കാര്യം ആലോചിച്ചേ. ആ. ഒറ്റ കാര്യം സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി കേട്ടാ. ആ 100 കോടി രൂപ ഞാൻ തെണ്ടി ആ പൈസ കൊടുത്തോണ്ട് മാത്രമാണ് സിനിമാറ്റിക്സിൽ പോലും ഞാൻ വന്നത്. ഓ അത് ശരിയല്ലേ അതിനകത്ത് തെണ്ടണ സീനാണ് മനസ്സിലായ. മള്ളി ആലോചിച്ച് ഈ സിനിമാറ്റിക്സ് എന്തോന്ന് മനസ്സിലായി മള്ളി? ആ. പൈസ ഇട്ടവരെ വീഡിയോയിൽ കാണിക്കാന്ന് പറഞ്ഞിരുന്നു. അത് മുള്ളിലെ കൊണ്ട് കാണിക്കുമ്പോൾ ഒരുപാട് പേര് അറിഞ്ഞിരിക്കും. അതുകൊണ്ടാണ് മള്ളി ഇതൊക്കെ വന്നത്. ഇതൊക്കെ മള്ളി ഇതെല്ലാം ബിസിനസ് ട്രിക്സ് ആണ്, അഡ്വർടൈസ്മെന്റ് ആണ് ഇതൊക്കെ. ബാബു കയ്യിൽ ഫുഡ് ഉണ്ടോ? ആ ഉണ്ട് ഒരെണ്ണം തരുമോ? രണ്ടാം തരാം. എടാ ഫോൺ കുത്താൻ ദയവ് എന്റെ വൈഫൈ ഊരിവിടല്ലേടാ. അത് നീ മാത്രമേ അത് കാണിക്കുള്ളൂ കെവിനെ, വേറെ ആരും കാണിക്കൂലേ. മുള്ളി കഴിച്ചോ. എന്താ തന്നത്? പരം പരം. ആ കേറുന്നുണ്ടല്ലോ. എനിക്കറിയാം എന്തേലും പറയാൻ വേണ്ടിട്ടാ തരുന്നേന്ന്. നീ ഒരു 5 രൂപ മുടക്കിയ 10 രൂപ കിട്ടാതെ നീ അത് പോവില്ലല്ലോ. നമ്മൾ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് അല്ലേ മുള്ളി? അതെ. അതിന് പോലും എനിക്ക് സ്ഥിരമായിട്ട് ഒരാളില്ലെന്ന് ആലോചിക്കുമ്പോഴാണ് വിഷമം. ഏതിനു മുള്ളി? ഈ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ്. അയ്യോ സത്യം മള്ളി, ഇപ്പൊ ഫ്രണ്ട്സ് ആരും ഇല്ലേ വേറെ? ഇവിടെ ആരുമില്ല. വേറെ ഒരാളുണ്ട്, ലൂസിയ. ആരാണ്? മിസ്റ്റർ ലൂസി? മിദ്ദരിസോ? പണ്ട് മറ്റേ SPG എമർജൻസിയോ? അയ്യോ RPGയോ? അയ്യോ പണ്ട് ലയോണിന്റെ ഒരു ടീം ഉണ്ടായിരുന്നല്ലോ, RDX. അല്ല അവരുടെ പേരെന്തായിരുന്നു? RDC. അയ്യോ ഓ അതിലൊരു കുട്ടിയെ മള്ളി നോക്കിയിട്ടുണ്ടല്ലോ ഇതുപോലെ. അത് നടന്നില്ല. അത് നടക്കാതെ പോയതുകൊണ്ട് ഇതെങ്കിലും നടക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ട് എനിക്ക്. മിസ്റ്റർ എക്സ് ആയാലും കുഴപ്പമില്ല, പക്ഷെ ഇത് എക്സ് ആവാതെ നോക്കണം. കൂടെ ഉണ്ടാവണം. ഉള്ളതല്ല എക്സ് ആയി, ഇനി ഇതൂടെ ഉള്ളു. ഇതിന്റെ പേരിൽ തന്നെ പിന്നെ മിസ്റ്റർ എക്സ് ഉള്ളതുകൊണ്ട് പിന്നെ എനിക്ക് സങ്കടമില്ല. സത്യം ലൂസിയ എക്സ്. അതെ, ആരെങ്കിലും ചോദിച്ചാലും മിസ്റ്റർ എക്സ് ആയിരുന്നു പറഞ്ഞാൽ മതി. മോളി ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ലൂജിയെ വിളയ്ക്കാൻ വേണ്ടിട്ട് പണ്ട് എലിക്കിട്ട പോലെ ഒരു പ്ലാൻ ഉണ്ടാക്കിയാലോ? എന്ത് ചന്ദ്രൻ വണ്ടിയിലുള്ള സംഭവം? അതിപ്പോ നാട്ടുകാർക്കെല്ലാം 100 ആഴ്ച ബാബു പറ. അല്ല എലി മുള്ളി വളച്ചത് ഓർമ്മ ഉണ്ടോ? അല്ല നമ്മുടെ റൊമാൻറ്റിക് സീൻ ഓർമ്മ ഉണ്ടോ ആകാശത്ത്? ഓ നീ പുറകെ നടന്ന ഓർമ്മയില്ല എന്റെ? മുതലാളി എന്നെ വളച്ചത് നിനക്ക് ഓർമ്മയില്ലേ? നീ എന്റെ പുറകെ നടന്ന ഓർമ്മയില്ലേ? വാസോൺ എന്നെ കെട്ടണം പ്ലീസ്, എന്നെ പ്രേമിക്കണം എന്നൊക്കെ പറഞ്ഞ് പുറകെ നടന്ന ഓർമ്മയില്ലേ? ബാബു നിനക്ക് ഓർമ്മയില്ലേ? വാസു അണ്ണാന്നാ വിളിച്ചത്. എന്നെ കൊണ്ട് വാസു വിളിപ്പിക്കരുത് തിരിച്ച്. കണ്ടാ ഇങ്ങനെ ആടാ. ഇതാണ് ബ്രേക്കപ്പിന്റെ മെയിൻ റീസൺ പോലും ഇത് തന്നെയാണ്. ഒരൊറ്റ ന്യായമുണ്ട്. കാരണം മുള്ളി അന്ന് പറഞ്ഞത് ചന്ദ്രന്റെ തൊളയാണ്, അല്ലേ ചന്ദ്രന്റെ ഹൃദയത്തിൽ തൊളയാണെന്നുള്ള കാര്യം മാത്രമാണ്. അല്ലാതെ മുരളി പ്രേമിച്ച മുള്ളി ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്നാണ് മുരളി പറഞ്ഞത്. ചന്ദ്രന്റെ ഹൃദയത്തിൽ തൊള കാരണം ഇങ്ങേർക്ക് കെട്ടണം, ചന്ദ്രന് കുഞ്ഞേറെ കൊച്ചിനെ കാണണോ, ഇങ്ങേർക്ക് എന്നെ ഓർമ്മിപ്പിക്കരുത് ബാബു, എനിക്ക് പെരുത്ത് കയറുന്ന അങ്ങനെ പറഞ്ഞു മുള്ളി. എനിക്കൊന്നും ഓർമ്മയില്ല ബാബു. നീ ഇതൊക്കെ കുക്ക്ഡപ്പ് സ്റ്റോറീസ് അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ ഇവളുമാരൊക്കെ ബ്രേക്കപ്പ് ആകുമ്പോ ഇങ്ങനെ എന്തെങ്കിലും തലയിൽ വെച്ച് തരണമല്ലോ. നമ്മളല്ലേ എക്സ്ട്രീം കുറ്റക്കാരായിട്ട് എൻഡ് ഓഫ് ദ ഡേ. ദൈവം പോലും പൊറുക്കത്തില്ല, ദൈവം പോലും. ശരിക്കും ആലോചിച്ച് നോക്കി, ഇത് ശരിക്കും ചന്ദ്രൻ എനിക്കത് ഓർമ്മയുണ്ട്. ചന്ദ്രൻ മറ്റേ ക്യാൻസർ സെന്ററിലെ ഐ ഹോസ്പിറ്റലിൽ ആയിരുന്ന സമയത്ത് തൊള ഉണ്ടായിരുന്നു നെഞ്ചില്. അപ്പൊ മുലലിയോട് എലി അതിൽ പോയി പറഞ്ഞു, അങ്ങനല്ലേ? അതാണ് സംഭവമാണ്. ഇനിയിപ്പോ ക്ലിയർ ഒന്നും ചെയ്യണ്ട ബാബു, അവൻ ക്ലിയർ ചെയ്യണ്ട. വിട്ടേരെ. അങ്ങനല്ലായിരുന്നു. എവിടാന്ന് വെച്ചാ പോട്ടെ, വിട്ടേരെ. ബാബു ഇങ്ങേർക്ക് വേറെ ഇങ്ങേർക്കുണ്ടല്ലോ, ഒരു പെണ്ണിനെ സ്നേഹിച്ച് 2 മാസം കഴിയുമ്പോ ഇങ്ങേർക്ക് തുടങ്ങും അങ്ങ് കടി. അപ്പൊ എന്ത് ഇങ്ങേര് വേറെ പോയി നോക്കും, മനസ്സിലായോ? എന്നിട്ട് ഇങ്ങേര് ഇനി നിന്റെ ചന്തിയിലായിരിക്കും ബാബു തൊള. ഏതെങ്കിലും പെണ്ണിനെ തെറ്റാക്കാൻ നോക്കാം.
ആ തുള ഇങ്ങനെ ഉണ്ടാക്കും എനിക്ക് ഉറപ്പാണ്. അത് ഉണ്ട്, എല്ലാവർക്കും ഉള്ളത് പോലെ എന്തെങ്കിലും ഉണ്ട്. അത് ഇനി വേണ്ട, മാറ്റണ്ട. അതിങ്ങനെ യൂസ് ചെയ്യും അങ്ങേര്. എന്താ ബാബു ഇതൊക്കെ പറയുന്നത് ഇനി ഞാൻ നിന്നാ ഞാൻ വായിലെടുത്ത് ഇതൊക്കെ വിളിച്ചു പറയും. സ്നേഹിച്ചു പോയി. കേക്കാൻ വയ്യേ എനിക്ക് വയ്യ. ഇല്ല, ഞാൻ ഒരിക്കലും ഇല്ലാവത്തില്ല. ഇതൊക്കെ ഉള്ള ഏതെങ്കിലും ഒരു പെങ്കൊച്ചിനെ മുള്ളിക്ക് എപ്പോഴെങ്കിലും കിട്ടും. എന്തുള്ള എന്താ ബാബു അയ്യോ ഇത് വേറെ എല്ലാവരും ജയിലിലായിരുന്നു എന്താ രണ്ടുപേരും കൂടെ എലി പറഞ്ഞതാണ്. എന്റെ മുകളിലെ തൊഴിലെ പറ്റി എലിയാണ് പറഞ്ഞത്, ഞാനല്ല പറഞ്ഞത്. എടാ അത് പറഞ്ഞിട്ട് ഇനി നാളെ ഏതെങ്കിലും പെൺപിള്ളേർ ഇങ്ങനെ വളയ്ക്കുമെന്നാണ് പറഞ്ഞേ. അങ്ങനെ എലി പറഞ്ഞ മുകളിൽ കേട്ടില്ലേ? അപ്പൊ ഞാൻ കേട്ടു. പിന്നെ ഇവളെ വാ തുറന്ന ഇതുപോലത്തെ ഡയലോഗ് ഇതാണ് ബ്രേക്കപ്പ് കാരണം. ബ്രേക്കപ്പ് കാരണം ഇത് തന്നെ. ഓ ഫ്രഷ് ഫ്രഷ്. പക്ഷേ ഞാൻ കുറച്ചിൽ സപ്പോർട്ട് ചെയ്ത് തന്നെ. പക്ഷെ വെറുതെ അനാവശ്യമായി എന്റെ പരിശീലനം ആവശ്യമില്ലായിരുന്നു. ഇന്നലെ ചന്ദ്രന് നമ്മൾ മാന്യമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ബാബുവിന്റെ ചന്തി അതിൽ ഡ്രാഗ് ചെയ്യേണ്ട എന്താ ആവശ്യം ഉണ്ടായിരുന്നു? സത്യം. ഞാനിവിടെ നോക്കിയിട്ട് ഒരാളുടെ ചന്തി ഡ്രാഗ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വലിയ കാര്യമല്ല. ചന്തി ആണെങ്കിലും കുഴപ്പമില്ല, ചന്തി ഡീറ്റെയിൽ ഡെഫിനിഷൻ കൊടുക്കേണ്ട കാര്യമുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഞാൻ ഒരു സ്കൂൾ ടീച്ചറാണ്. അപ്പൊ ഞാൻ എക്സാമ്പിൾ വെച്ചാണ് പിള്ളേരെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ സ്ഥിരമായി നോക്കിയപ്പോൾ കുട്ടികളുടെ ചന്തിയിൽ തല്ലി ഇത് മാത്രമേ ഓർമ്മ ഉള്ളൂ. ഇപ്പൊ അല്ല എക്സാമ്പിൾ വെച്ചാ എല്ലാം പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞ കൂടി പോ ചേട്ടാ. നമുക്ക് ഇടയ്ക്ക് സ്കൂളിലൊക്കെ ഒന്ന് പോണം കേട്ടാ. എന്റെ സ്കൂൾ തുറക്കട്ടെ. എന്റെ സ്കൂൾ പുതിയ ബാബു എന്റെ സ്കൂളിൽ 2ാമത്തെ ഉദ്ഘാടനമാണ് അടുത്ത ആഴ്ച വരണേ. ആദ്യത്തെ പൂട്ടിയോ? അപ്പോ ഇല്ല, ഞങ്ങൾ പുരോഗമനം ഉണ്ടാക്കി. ഓ പുരോഗമനം 5 പിള്ളേരല്ലേ 4-ന്ന്. അതെ അപ്പൊ ഏതെങ്കിലും പെണ്ണിന് ഇനി ഏതെങ്കിലും ആരുടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയി വളച്ചോ കേട്ടോ. ഓൾറെഡി സെറ്റാണ്. കണ്ടോടാ ഇങ്ങേരുണ്ടല്ലോ, ഇങ്ങേര് പഠിച്ച കാമക്കണ്ണനാണ്. നിനക്ക് അറിയത്തില്ല ഇങ്ങേരെ. പിന്നെ ബാബു ഒരുത്തി പോയെന്ന് പറഞ്ഞാൽ ഞാൻ മറ്റേ സന്യാസിയായിട്ട് ജീവിക്കണോ? പിന്നെ എടോ നിങ്ങളെ ഇട്ടിട്ട് പോയില്ല. നിങ്ങൾക്ക് മറ്റേ ഫാന്റസി കഴിഞ്ഞപ്പോ നിങ്ങൾ എന്ത് ചെയ്തു? വേറെ ഫാന്റസിയാ? എന്ത് ഫാന്റസി? നിനക്കേ ബാബു, നിനക്കേ സ്വപ്നക്കൂടിനകത്ത് പൃഥ്വിരാജിനെ അറിയാമോ നിനക്ക്? അതിന്റെ ജീവിക്കുന്ന എക്സാമ്പിൾ ആണ് ഇങ്ങേര്. കണ്ടോ? ആ ഒന്ന് ആലോചിച്ച് നോക്കിയാ മതി. ഞാനൊന്നുമില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാ പിന്നത്തേക്കായിരുന്നു ദൈവം വെച്ചിരിക്കണത്. ഇപ്പൊ അങ്ങനല്ല ബാബു. ഇപ്പൊ അപ്പോഴാ സ്പോട്ടില് കള്ളം പറയുന്നവരെ തല ഇടുത്തി വിട്ടത് കേട്ടിട്ടില്ലേ? ഇതേ കിടക്കണ കള്ളി പന്നി കച്ചവടക്കാരനോട് ഒളിച്ചോടിയോള്. ശരിക്കും ബ്രേക്കപ്പ് റീസൺ അതായിരുന്നു, പന്നി കച്ചവടക്കാരനോട്. അവരാണല്ലോ ബ്രേക്കപ്പ് റീസൺ. ഇവളാണ് കിടക്കണ കള്ളി. അവളും ഇവരും കൂടെ പ്ലാൻ ചെയ്ത ഇതൊക്കെ. ലാസ്റ്റില് ബ്ലെയിം അല്ല എന്റെ തലയിൽ വരണത്. സത്യമല്ലേ? എന്റെ മുന്നിൽ എനിക്കറിയില്ല, എന്ത് നല്ലൊരു പയ്യനായിരുന്നോ. ഒറ്റ റീസൺ ക്യാൻസർ വന്ന് ചത്തില്ലേ? അപ്പൊ ഇല്ല, ഗ്യാപ്പ് എടുത്ത് പോവാണെന്ന് പറഞ്ഞ് അമേരിക്കയിൽ പോയി ട്രീറ്റ്മെന്റ് എടുത്തിട്ട് തിരിച്ചു വന്നത്. ശരിയായോ? അപ്പൊ എല്ലാം ഓക്കെ. ഓ അപ്പൊ സ്ഥിരം ഡയലോഗ് പറയും മള്ളി, ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന്റെ ഇടയില് മെമ്മറി ലോസ് ആയിരുന്നു. ആ ചന്ദ്ര ചന്ദ്ര സ്റ്റോറി കാണുന്ന നല്ലതാ. അതാ കിടക്കുന്നുണ്ട് ഡെഡ് ബോഡി. വെച്ചിട്ടുണ്ട്. കേറ്റി ഇറക്കിയാൽ പോട്ടെ. ആ വണ്ടി പോയി. എല്ലാം പോയേ. കൂട്ടി പറയും അവിടെ ചെക്ക് ചെയ്ത് കൊടുത്താല്. ബാബു അവസ്ഥ കേട്ടോ, ഒന്നും പറയാനും പറ്റുന്നില്ല കേട്ടോ നമ്മളോട് തിരിച്ച്. മള്ളി 2 ദിവസം റോഡില് വണ്ടി കൊണ്ട് നടക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. ഒരു മിനിറ്റ് ബാബു, ഒരു മിനിറ്റ്. ഹലോ പറ ലൂസിയ, എന്ത് പറ്റി? അയ്യോ എന്തായിരിക്കും അത്? എന്തോ പറയാനുള്ളത്? വേഗം ടൈപ്പ്.
പമ്പിന്റെ ഒരു കാര്യം പറയാനുണ്ട്. വണ്ടി എടാ മോനെ ചെറിയൊരു പ്രശ്നം താട്ടെ. ബാബു ഞാൻ ഒരാളെ പരിചയപ്പെടുത്തരാം. ഇപ്പ ആ. ഞാൻ പമ്പിന്റെ ഓപ്പോസിറ്റ് എൻട്രൻസിൽ ഉണ്ട്. ആ മൂടങ്ങ് പോയെന്ന് സത്യം. ഈ വെമ്പിളരൊക്കെ ഇങ്ങനെ സത്യമാണോ? ചത്തോയോ? ഓ പറയടാ. മള്ളി ക്യാമള്ളി ഇപ്പൊ വരും, ഇപ്പൊ ആളിപ്പോ വരും, ആളിപ്പോ ആ ഓക്കെ. പറഞ്ഞു 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 ഹലോ പറഞ്ഞു. ഹലോ 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 ഹലോ. ആ വർഷം കുറച്ച് നാളുകൊണ്ട് ഇങ്ങനെ കാണണം കാണുന്നത് ഗ്യാങ് ഹൗസിലൊക്കെ വന്നായിരുന്നേ. ആണോ? ഒന്ന് മാറി കൊടുക്കാം. ചന്ദ്ര പോയിട്ടോ പോയിട്ടോ പോയിട്ടോ. ആ ഓ ലെവി പോയിട്ടോ പോയിട്ടോ പോയിട്ടോ. ആ ലോ എടുത്തിട്ടോ ലോ എടുത്തിട്ടോ ലോ എടുത്തിട്ടോ ലോ എടുത്തോ. രണ്ടില്ലാതെ പോയിട്ടോ. കേട്ട് നമ്മള് ഫ്രണ്ട്സാണ്. അയ്യോ. വർഷം ഓ പറയടാ പറ 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 പറ. ഞാൻ ഒരുപാട് കാണാൻ വേണ്ടി ഓക്കെ 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 പറഞ്ഞു 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 പറഞ്ഞു. എന്റെ പേര് ജെഡി എന്നാണേ. ജോൺ ജയരാജ് എന്നാണേ. ഓക്കെ ഓക്കെ. ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഗ്യാങ് ഹൗസിലേക്ക് വന്ന് വർഷനെ കാണാൻ വേണ്ടി കുറെ നോക്കിയായിരുന്നു. ആണോ? ഞാൻ ഇവിടെ സിറ്റി സുനാമി വന്നപ്പോഴത്തേക്ക് കുറച്ച് ദിവസം ഇല്ലായിരുന്നേ. ഞാൻ വലിയൊരു ഫാനാണ് കേട്ടോ. അയ്യോ താങ്ക് യു താങ്ക് യു താങ്ക് യു. എല്ലാ ദിവസവും ഇങ്ങനെ ഗ്യാങ് ഹൗസിൽ എത്തി നോക്കാറുണ്ട്. ബാബുനെ അറിയില്ലേ? ടിവിയിലുണ്ടായിരുന്ന ഒരു മെമ്പർ അല്ല, ടിവിയിലുള്ള മെമ്പറാ. ബാബുസേട്ടൊക്കെ മറക്കാൻ പറ്റും. ബാബുസേട്ടനെ പരിചയപ്പെടണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ബാബുസേട്ട് വല്ലപ്പോഴേ വരൂ. ഇന്ന് ഭാഗ്യമുള്ള ദിവസമാണ് കേട്ടോ. അനുഗ്രഹിച്ചിരിക്കുന്നു. താങ്ക് യു. ചെറിയ മീറ്റ് ചെയ്യണ്ട. ഒന്ന് മീറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് വരാവേ. മീറ്റ് ചെയ്തിരുന്നു. വാ വാ വാ. ലൂസി ഒന്ന് പരിചയപ്പെടുത്തി വിടാം. ബാബു പണി വെക്കരുത്. നിന്നെ എനിക്ക് വിശ്വാസമാണ്. ചന്ദ്രനെ പോലെ അല്ല നീ എന്ന് എനിക്കറിയാം. പണി വെക്കിരുന്നോ? ആ ഇല്ലില്ല, അത് ഞാൻ ഏറ്റു, അത് ഞാൻ ഏറ്റു. ആ. മുള്ളി ഇത് ആരായിരുന്നോ? ഒരു ചെറിയ ഇൻട്രോഡക്ഷൻ തരാൻ പറ്റുമോ? മിസ്റ്റർ എക്സ് ഞാൻ പറഞ്ഞില്ലേ? ഓ അതാണോ? ഇത് സെറ്റായോ? ഇല്ലല്ലോ. ഇല്ല 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 ഇല്ല. സെറ്റായി കഴിഞ്ഞിട്ടില്ലേ ഞാൻ പണി വെക്കാനുള്ളൂ. ഹലോ 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 ആരാ? ബ്രോ അതെ സ്പാരോ ആയിരുന്നു. ഞാൻ ഇപ്പൊ വന്നിട്ടുണ്ടായിരുന്നു ബ്രോ. തിരക്കായിട്ടങ്ങ് പോയി. അപ്പം ബ്രോ എപ്പോഴെങ്കിലും ഫ്രീ ആകുമ്പോ ഒന്ന് വിളിക്കണം കേട്ടോ. ഇതാരാ? എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായില്ല? ഇല്ല. സ്പാരോ മറ്റേ മനസ്സിലായില്ല? ഇല്ല. ഹലോ മറ്റേ ടാക്സിയില് മറ്റേ നമ്മള് കണ്ടായിരുന്നു അന്ന് ബീച്ചിൽ വെച്ചിട്ട് ഇന്നലെ കഴിഞ്ഞ ദിവസം. ആ ഓക്കെ 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 ഓക്കെ. ആ മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ഫ്രീ ആകുമ്പോ ഒന്ന് വിളിക്കണം. ആ ശരി. ടാക്സി ആ പെട്ടെന്ന് എനിക്ക് കത്തിയില്ല. എന്ത് ചെയ്യടാ അവള്? ലോഡ് വന്നോ? ലോഡ് എവിടെ വന്നു? ഇവക്കങ്ങ് താമസോ? ഇവക്കങ്ങ് മസ്താങ് പോയി. ക്യാഷ് തിരിച്ചു വയ്ക്കാൻ വന്നു കേട്ടോ പയ്യൻ. ഓ എന്തോ 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 പറ. ഓ ഞാൻ ഒരാളെ കാണാൻ നിൽക്കുവായിരുന്നേ. കണ്ടിട്ട് വരാം. ഹലോ ഓക്കെ. ഓ പോയിട്ടോ 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 പോയിട്ടോ. ഓ ഗുഡ് നൈറ്റ്. മിസ് യു മിസ് യു മിസ് യു മിസ് യു. ഗുഡ് നൈറ്റ് പോയിട്ടോ. ഓക്കെ അതെ അതെ അതെ.
ബാബുവിന് റെഗുലർ ആണ്. അല്ല ബ്രോ, അവൻ അവന്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കണം ബ്രോ. അതിന് കുറെ അവൻ അങ്ങനത്തെ കുറച്ച് തിരക്കില്ല. ബ്രോ ഒരു സജഷൻ മറച്ചു വെക്കാൻ പറ്റിയ പമ്പ്. ഓ പറയടാ. ഞാൻ പോയിട്ട് വരാം. ഓ പോയിട്ടാ പോയിട്ടാ കില്ലാടി പോയിട്ട് നാളെ വരാം. നാളെ ഉണ്ടാവില്ലേ? നാളെ നാളെ വരാം. എടാ ഇവരെന്ത് ചെയ്യടാ എല്ലാരും? ബാബുവിന്റെ നമ്പറിനകത്ത് ഏതായിരുന്നു? ഇതല്ലേ കൊള്ളാന്ന വണ്ടികൾ ഇവിടെ കൊറേ ഉണ്ട്. ഹലോ, കണ്ടു തെറ്റിയ നിന്നെ കാണാതാവും കേട്ടാ. ആ മുള്ളി, പക്ഷെ ഞാൻ കണ്ടു ഇവിടെ മറ്റേ കുട്ടി പോണ്ടേട്ടോ. എവിടെ ബ്രോ ഈ കാർ കിടക്കുന്ന പമ്പിന്റെ വെളിയിൽ സൈഡില്ലേ? എവിടെന്ന് പറഞ്ഞേ? അപ്പൊ ഞാനിങ്ങനെ മുള്ളി ഈ മുള്ളി വെളിയിലോട്ട് വന്നില്ലേ, ഒരു പയ്യൻ വന്ന് മുള്ളി വിളിച്ചോണ്ട് വരും. ഇപ്പൊ എവിടെ? എൻട്രൻസ് ആണോ? അണ്ണാ ഇങ്ങോട്ട് അണ്ണാ. ഒരു ഗുഡ് ഹ്യൂമൻ ആണ് എങ്ങനെ പോയാലും. മുള്ളി നമ്മൾ ഒരുമിച്ച് നിന്നല്ലായിരുന്നോ ബാബു? അതെ, ഞാനല്ലേ പരിചയപ്പെടുത്താന്ന് പറഞ്ഞേ. സോറി മറന്നു മുള്ളി, ഇത് ലൂസിയാ. അറിയാം. ബാബുസ എന്തോ പമ്പിന്റെ ഓണറാന്നൊക്കെ പറഞ്ഞു. അതെ നമ്മൾ സംസാരിച്ചില്ല. പാർട്ട്നേഴ്സ് ചന്ദ്രൻ മുള്ളി നമ്മുടെ പാർട്ട്നേഴ്സ് ആയിട്ടല്ലേ നടത്തുന്നേ. അതെ നടത്തണ. അപ്പോ നമുക്കൊരു വണ്ടിയിൽ സംസാരിക്കാം. കാരണം ആള് കൂടി കഴിഞ്ഞാൽ മുള്ളി പാമ്പ് ചാവൂലെന്നാണ്. അതെ പറഞ്ഞോടാ. ഒരാളെ പരിചയപ്പെടുത്തറ. ഇത് എനിക്കറിയുന്നത് എന്റെ ഒരു ഫ്രണ്ടാണ്. പേര് കുണ്ടേശ്വര പെരുമാൾ. അപ്പൊ 100 കോടി കിട്ടും മുള്ളി പാൻറ് വരിക. ഒപ്പരം നടന്ന പേരാണ്. ശരി, കുന്നേൽ ബെന്നി. ഓ ബെന്നി ആലോചിച്ചാ പേര് കിട്ടും. പരിചയപ്പെട്ട സന്തോഷം. ആലോചിച്ചാ കിട്ടും. കുന്നേൽ ബെന്നി. മാറ്റി മലയാളത്തിൽ എങ്ങനെ വായിക്കും? അയ്യോ വേണ്ട ബ്രോ, പരിചയപ്പെട്ടത് സന്തോഷം. ഞങ്ങളൊരു ചെറിയ ഡീല് സംസാരിക്കും. ഇപ്പൊ വരാം. വണ്ടി വേണം. ഇങ്ങോട്ട് വേണ്ട. ഗോഡഫർ ഇന്നുണ്ടാവില്ല കേസ്. ഗോഡഫർ ഒന്നുണ്ടാവില്ല. അവരെത്രയും പേര് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേസ്. ഞാൻ നാളെ ഇരുന്ന് കുറച്ച് അധികം സ്ട്രീം ചെയ്യാം ഗോഡഫർ. ഹലോ അണ്ണാ, എടാ ഞാൻ പമ്പിന്റെ അടുത്തുണ്ട്. നമ്മുടെ ഫസ്റ്റ് ലോഡൊന്ന് ബ്ലോക്ക് ആയിരുന്നു. എന്ത് പറ്റി? കുറച്ച് ഫണ്ടിന്റെ ആവശ്യം വരും. ഒരു ഹലോ അങ്ങനെ മനസ്സിലായില്ലേ? ഹലോ ലൂസിയ പറ. അല്ലേ മുള്ളി, പൂർണ്ണചന്ദ്രൻ പോലും മേഘങ്ങൾക്കിടയിൽ ഒളിഞ്ഞാനിരിക്കാറ്. എന്നാലും ചെറുതാ. ഹലോ ഹലോ, കേൾക്കുന്നില്ലേ? ഇല്ല ശബ്ദം പോയായിരുന്നു. പറഞ്ഞു. ഇപ്പൊ കേക്കാം. ഹലോ, ഇപ്പൊ കേൾക്കാം. ഒരു മിനിറ്റ്. ഞാനേ ഒരു ബുക്ക് എഴുതുന്നു. ഹലോ അണ്ണാ, പറഞ്ഞെന്തരാ? വണ്ടി ഒരു പണയില് കയറി നിൽക്കുക ഒരു വീടിന്റെ. ഇതെങ്ങനെ ഞാൻ ഇറക്കും? ഒന്നുകൂടി വിളിക്കാം, ഒരു മിനിറ്റ്. നമ്പർ ഒന്ന് ശരിയാവോ? ഞാൻ വണ്ടിയും പോയി, പെണ്ണും പോയി, പൈസയും പോയി. സത്യം പറഞ്ഞാൽ അതിന്റെ ഫ്രണ്ട് പേജ് ആയിട്ടുള്ളൂ. ഒരു മിനിറ്റ് കോച്ച്, ഒരു സെക്കൻഡ് പോലെ. ഹലോ, വണ്ടി ആ മലയിലൊന്നൊന്ന് തെന്നി മാറിയതാ. ഒരു വീടിന്റെ മെമ്പോളിലാണ്. അങ്ങോട്ട് പോയപ്പോ ഈ ലോറിയുടെ ബാക്കിൽ ഒരു കണ്ടെയ്നർ ഉണ്ടായിരുന്നല്ലോ, അതെന്ത് ചെയ്യും? അത് അപ്പുറത്തെ പറമ്പിലുണ്ട്. ഞാനതിങ്ങനെ മനസ്സിൽ കുറെ നാളായിട്ട് ഞാനിങ്ങനെ ആലോചിച്ച്
ഒരു മിനിറ്റ് കാണിച്ചു തരാം അണ്ണനെ. വെയിറ്റ് അനീന പറഞ്ഞു ഇത് കിടക്കുന്നുണ്ടോ? ഞാൻ ആക്ച്വലി എന്റെ അല്ലാത്ത ഫോട്ടോ തരാം മാസം. ഒരു മിനിറ്റ് അണ്ണ ഇതേ കണ്ടോ അത്? എടാ എങ്ങനെയാടാ നിന്നെയും കൊണ്ട് ഇതൊക്കെ പറ്റണ ചന്ദ്ര? നിന്റെ ഈഗോയ്ക്ക് വേണ്ടി 1300 കോടി പൊട്ടി, അതും പോരാണ്ട് 100 കോടി വീണ്ടും സ്റ്റോക്ക് എന്ന് പറഞ്ഞതാന്ന് അതും പൊട്ടി. നിന്നോട് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ആ പെണ്ണിനെ വേണ്ട. കുറച്ചുകൂടെ ഇതായിട്ട് നമുക്ക് സംസാരിച്ച കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. എനിക്ക് വയ്യ ചന്ദ്ര, നീ കോള് വെക്ക്. വേറെ ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു ബിസിനസ് രീതിയിൽ കൊണ്ടുപോയല്ലോ. സ്വന്തമായിട്ടൊരു കൊടുക്കണമെന്നില്ല. ബാബു ഇനി നീ അടുത്ത വർഷമല്ല വരുള്ളൂ, ഇതൊക്കെ എന്തിനാ ഡിസ്കസ് ചെയ്യുന്നേ? എന്റെ ചോദ്യം അതാ, ഇതൊക്കെ നീ എന്തിനാ അറിഞ്ഞിരിക്കണേ? അത് മള്ളി ഇത് എന്റെ ലൂസിയ, നാളെ വേണമെങ്കിലും വരാലോ. നിനക്കെങ്കിലും കുറച്ച് വിവരം ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇവ സിറ്റിയിൽ ആണ്ടിൽ വർഷത്തിലൊരിക്കലാ വരണേ. ഇന്ന് വന്നാൽ ഇത് മള്ളി ഈ ബുക്കിന്റെ പുറകെയാണ് ഞാൻ പറഞ്ഞില്ല മള്ളി, ഒരു പുതിയ ബുക്ക് എഴുതുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിട്ടാണ് 1001 തന്തയിലാഴികൾ അതാണാ? അല്ല, മാജിക്കിട്ട സുന്ദരി. ഞാൻ വല്ല പറയും ബാബു. അല്ല ആക്ച്വലി എനിക്ക് ബുക്കൊക്കെ വായിക്കാൻ ഇഷ്ടമാണ്. അപ്പം ബുക്ക് ഇവന്റെ ബുക്ക് അങ്ങനെ വായിക്കാൻ പറ്റുന്ന കൊള്ളാത്ത ബുക്കല്ല. മറ്റേ ബുക്കാ? അതെ, ഏതല്ല, നല്ല മനുഷ്യനോട് പുറപ്പെട്ട് വായിക്കാട്ടോ. ഇവന്റെ അച്ഛനൊരു തൊണ്ടൂസ്ത റൈറ്റർ ആയിരുന്നു. അതായത് ചെറിയ തുണ്ട് കടലാസ് എഴുതൂലേ, അങ്ങനെ തുണ്ട് പുസ്തകം. അല്ല അപ്പൊ കവർ പേജിലേക്ക് ആവശ്യമുണ്ടോ ഇനി? അല്ല, അത് അച്ഛനാണ് തുണ്ട്, ഞാൻ വലുതാണ്, ഞാൻ വലിയ ബുക്കാണ് എഴുതുന്നത്. അതിൽ കവർ ഫോട്ടോ വെക്കാൻ പറ്റും. തൊണ്ടൂസ്തത്തിന് കവർ ഫോട്ടോ? അതെ, അത് അത് ഞാൻ വേറെ ബുക്ക് എഴുതിയിട്ടുണ്ട്. ലൂസിയുടെ ഫോട്ടോ എടുത്തവൻ എന്റെ ഫോട്ടോ ചോദിച്ചായിരുന്നു. അല്ല മുള്ളി, അത് കവർ പേജ് പുസ്തകത്തിലാണെങ്കിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അല്ലല്ല അല്ല അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ഇത് വലുതാണ്. അല്ല കുഴപ്പമില്ല, അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. നമ്പർ ഉണ്ടല്ലോ, ഞാൻ വിളിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ പറയാൻ വന്ന വാസു ഒന്നുമല്ല. ഞാനിവിടെ വന്നപ്പോ കേട്ടായിരുന്നു റേഡിയോ കണ്ടിട്ടായിരുന്നു. അപ്പൊ 50% ഓഫിന്റെ കാര്യത്തെ പറ്റി സംസാരിച്ചായിരുന്നു. അപ്പം ഇപ്പൊ കറലി കിടക്കുന്ന പമ്പിന്റെ ഒരു ലിറ്ററിന്റെ റേറ്റ് എന്ന് പറയുന്നത് 3500 അല്ലെങ്കിൽ 6000 ഡീസൽ, അങ്ങനെ പല റേറ്റ് ആയിട്ട് കിടക്കുന്നത്. അപ്പൊ അതിന്റെ 50% എന്ന് പറയുമ്പോഴത്തേക്ക് ഒട്ടും കാണില്ല. അത് മാത്രല്ല, നിങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടേണ്ട എമൗണ്ട്, പിന്നെ നിങ്ങൾ തിരിച്ച് ഞങ്ങൾക്ക് ബിസിനസ് തരുമ്പോൾ അതിനായിട്ടുള്ള പ്രോഫിറ്റോടെ ഞങ്ങൾക്ക് എടുക്കണം. മനസ്സിലായോ? അപ്പൊ നിങ്ങളിപ്പോ കുറച്ച് ആളത്തേക്ക് 50% കൊടുക്കുവാണെങ്കിൽ അപ്പം നിങ്ങൾ ഞങ്ങൾക്ക് തരുമ്പം അതിന്റെയും കൂടെ ചേർത്ത് വേണം തരാന്. ഈ പമ്പിന് ഞങ്ങൾ തിരിച്ച് നിങ്ങളെ ഏൽപ്പിക്കുമ്പോഴും അങ്ങോട്ട് പൈസ തരണം? അങ്ങനല്ല. പിന്നെ ഇപ്പൊ നിങ്ങളിപ്പോ ഇവിടെ പെട്രോൾ റേറ്റ് ഇവിടെ നിന്ന് 3600 സംതിങ് ആണ്. ഓക്കെ, അപ്പം അതിന് നിങ്ങളിപ്പോ 50% ആണ് പറയണേ. അപ്പൊ ഏകദേശം ഒരു 1500 1600 വരും. അതിന് ഈ പമ്പിന് അങ്ങനെ ഇത് കൊടുത്തു കഴിഞ്ഞാല് ബാക്കിയുള്ള പമ്പെല്ലാം ഡൗൺ ആവും. എല്ലായിടത്തും സെയിം റേറ്റ് ആയിട്ടാണ് അവിടെ പമ്പ് കൊടുക്കുന്നത്. റേറ്റ് എവിടെയെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കോൾ ചെയ്യും, അതിനെതിരെയുള്ള ആക്ഷൻസും കാര്യങ്ങളൊക്കെ എടുക്കും. അല്ല, ഞാൻ ഒരു കാര്യം റേറ്റ് കുറയ്ക്കുന്നില്ല. ഇവിടുന്ന് പെട്രോൾ അടിക്കുന്നവർക്ക് 2 ബർഗറും 3 വെള്ളവും കൊടുക്കാവോ? പ്രശ്നമില്ലല്ലോ ആർക്കും. അതിന് കുഴപ്പമൊന്നുമില്ല. റേറ്റിന്റെ കാര്യം അങ്ങനെ ഇതായിട്ടാണ്. കുറച്ചുകൂടി ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ നമുക്ക് ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാനേജർ ഉണ്ട്, പുള്ളിയോട് സംസാരിക്കാം. നമ്മൾ ഉദ്ദേശിച്ച ബാർട്ടർ സിസ്റ്റം പോലെ എന്തെങ്കിലും ചെയ്യാലോ ലൂസി? അതായത് ഇപ്പോ ഉദാഹരണത്തിന് പെട്രോൾ അടിക്കുന്നവർക്ക് ഒരു കൊല്ലം പഴം അല്ലെങ്കിൽ ബർഗർ. ഇപ്പൊ ഉദാഹരണത്തിന് ലൂസി പെട്രോൾ അടിക്കുവാണെങ്കിൽ ഒരു ഹൃദയം. അത് ഞാൻ പറഞ്ഞത് മെയിനായിട്ട് ഈ ക്യാഷിന്റെ ഇഷ്യൂ ഉണ്ട്. ബാക്കി നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളുടെ പ്രോഫിറ്റിന് വേണ്ടി നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ പമ്പിൽ ആൾക്കാർ വരണം, ഇത് ചെയ്യണം, എല്ലാം നിങ്ങളുടെ ഇതില് ബേസ്ഡ് ആണ്. ലൂസി പറഞ്ഞതിൽ ഒരു പോയിന്റ് ഉണ്ടാവും മള്ളി. സത്യം ഞാൻ ചന്ദ്രനോടൊന്ന് സംസാരിക്കാം. ഓക്കെ, അത് നിങ്ങൾക്ക് അതിന് ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഞാനൊരു മാനേജറുമായിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാം. നമുക്ക് സംസാരിച്ച് എനിക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ ഞാൻ ചന്ദ്രനെ കൊണ്ട് നാളെ അങ്ങോട്ട് ലൂസി എടുത്തോട്ട് വരാം. പമ്പിന്റെ അടുത്തുണ്ട്. നാളെ ഡീറ്റെയിൽ ആയിട്ട് വന്ന് സംസാരിക്കാം. അത് പറയാൻ വേറെ കാരണമുണ്ട്. കാരണം ഞങ്ങള് ഡെയിലി മോർണിംഗും ഈവനിങ്ങും നൈറ്റും ഞങ്ങള് ഫുള്ള് ചെക്കിംഗ് ഉണ്ട് പമ്പ്. അല്ല, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇത്രയും കോടിക്ക്
ഇത്രയും കോടികൾ കൊടുത്ത് അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ഫിക്സഡ് റേറ്റിന് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്താൽ പോരായിരുന്നു. എന്തിനാണ് ലേലം വെച്ചത്? ലേലം വെച്ചെന്ന് വെച്ചാൽ ഒരു പമ്പിന് ഇപ്പൊ എസ് പമ്പിന് തന്നെ അന്ന് വന്ന ആൾക്കാരുടെ അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ 25+ ആയിരുന്നു. ഞങ്ങൾ പറഞ്ഞത് ലിമിറ്റഡ് സ്ലോട്ട് വെച്ചിട്ടാണ് 25 വന്നത്. പക്ഷെ അതിൽ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. അല്ല ഞാൻ പറയട്ടെ, എന്റെ ത്രൂ ഔട്ട് ദ സിറ്റിയില് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേപോലെ കൊടുക്കാനാണെങ്കിൽ ഈക്വൽ ആയിട്ട് ഒരു എമൗണ്ടിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമായിരുന്നു. സോ ഇത്രയും പൈസക്ക് ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രിവിലേജ് വേണ്ട. ഞങ്ങൾക്ക് ഇതിനകത്തൊരു അതോറിറ്റി ഉണ്ടാവില്ലേ? ബിസിനസ് ട്രിക്സും ഇതൊക്കെ ഞങ്ങളുടെ ബിസിനസ് സാധനം നിങ്ങളുടെ കയ്യിൽ നിന്ന് നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം അത് മുന്നോട്ട് നടത്തേണ്ടതും ഞങ്ങളുടേതല്ലേ, ഞങ്ങളല്ലേ. അപ്പൊ അത് എങ്ങനെ കൊടുക്കണം? അതെ, 1300 കോടിയാണ് ഈ ഒരു സാധനത്തിന് നമ്മൾ സ്പെൻഡ് ചെയ്തത്. അത് ശരിക്കും പറഞ്ഞാൽ അത് മാത്രല്ല ഇത്ര നാളായിട്ട് ആദ്യമായിട്ടാണ് ഇത്ര റേറ്റിന് ഒരു പമ്പ് പോകുന്നത്. ഭയങ്കര കമൈൻഡ് ഔട്ട് ആയി. കാരണം ഇത്ര റേറ്റ് പമ്പ് മേടിക്കുന്നുള്ളത്. ഈ കോള് ഞാൻ ഹാൻഡ് ഓവർ ചെയ്യുവാണേ. കോളുള്ള ആൾക്കൊന്ന് സംസാരിക്കണോ? ഹലോ, കേൾക്കുന്നുണ്ടോ? കേക്കാം. എന്താണ് പമ്പിൽ എന്താണ് ഇഷ്യൂ? എന്താണ് പമ്പില് ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു പമ്പിന് നമ്മളിപ്പോ 50% വെച്ച് കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാല് അത് കുറച്ച് ലൈക്ക് നമ്മുടെ ഇത് വെച്ച് ഞങ്ങൾക്ക് കിട്ടിയത് വെച്ചത് നമ്മള് റേറ്റ് കൂട്ടുന്നില്ലല്ലോ. നമ്മള് റേറ്റ് കൂട്ടുന്നുണ്ട്. നമുക്കിപ്പോ നഷ്ടം വരണോ ലാഭം വരണോ നമ്മളല്ലേ തീരുമാനിക്കണ്ടേ? ഓക്കെ, ബട്ട് ലൈക്ക് 50% കുറയ്ക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ബാക്കിയുള്ള പമ്പിന് നഷ്ടം വരുമെന്നാണ് അവര് പറയണത്. ഞങ്ങളൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മള് നിങ്ങൾക്ക് കാശ് തന്നിട്ടുണ്ടല്ലേ ഈ പമ്പ് എടുത്തേക്കുന്നത്. അപ്പൊ ആ കാശില് നമുക്ക് ലാഭം വേണോ നഷ്ടം വേണോ നമ്മുടെ ചോയ്സ് അല്ലേ, എന്താ തീരുമാനിക്കേണ്ടെന്നുള്ളത്. ഓക്കെ, നിങ്ങളുടെ ചോയ്സ് ആണ്. ഞാൻ അതല്ല പറയുന്നേ. ലൈക്ക് ഇപ്പം ഇവിടെ നിന്ന് ഇപ്പൊ നിങ്ങൾ 50% നിങ്ങൾ ഇവിടെ കുറെ ആൾക്കാരെ ലൈക്ക് ഇപ്പൊ പെട്രോൾ അടിക്കാൻ വന്നു. അപ്പൊ ഇതുപോലെ തന്നെ വേറെ കുറെ പമ്പ്സില് അത് ബിസിനസ്, അതിനല്ലേ ബിസിനസ് എന്ന് വിളിക്കുന്നേ. നിങ്ങൾ ബിസിനസ് നടത്താൻ തന്നെയല്ലേ നമുക്ക് തന്നേക്കുന്നേ. വല്ല ചാരിറ്റി നടത്താൻ വല്ലതാണോ? പിന്നെ ബിസിനസ് നടത്തുമ്പോഴത്തേക്ക് അതിലെ ലാഭം വരണോ നഷ്ടം വരണോ നമ്മുടെ ചോയ്സ് അല്ലേ. ബാക്കിയുള്ള പമ്പുകാർക്ക് ലാഭം പമ്പ് അവരെ ആൾക്കാർ വന്ന് അടിക്കണമെങ്കിൽ അവര് റേറ്റ് കുറയ്ക്കട്ടെ. അതൊരു കോമ്പറ്റീഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ്. അല്ല അതെന്തായാലും അപ്പൊ എന്നാ മിസ്റ്റർ എക്സിൽ എല്ലാവരുടെ അടുത്ത് നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യ്. അതായിരിക്കും നല്ലത്. കാരണം നമ്മളിതൊരു ഇതിനു വേണ്ടിട്ടല്ലേ നടത്തണേ, ഇതൊരു കോമ്പറ്റീഷന് വേണ്ടിയാണ്. അതെ, ഞങ്ങൾ സത്യത്തിൽ ഇതൊരു പുണ്യപ്രവർത്തിയായിട്ട് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ലാഭം വേണ്ട. നമുക്ക് ഈ സിറ്റിയിലെ ടിവിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല കാര്യം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇത് നടത്തുന്നത്. അതെ, ആധാർ കാർഡ് ഉള്ളവർക്ക് മാസത്തിൽ ഒരു തവണ ഫ്രീ പെട്രോൾ വരെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഇത്രയും ലോറി മറിച്ചു. ഹലോ അണ്ണ എവിടെ ഉണ്ട്? ഞാൻ പമ്പിലുണ്ട്. നമ്മുടെ പമ്പിൽ തന്നെ ഉണ്ടോ? ഞാൻ എവിടെ പോവാനാടാ? നീ നിന്റെ തലക്ക് വെച്ചില്ലേ? ആൾക്കാരുടെ ക്യൂ ഉണ്ടോ? ക്യൂ ഉണ്ടോ? പിന്നെ ഇവിടെ മറ്റേ ഹണി റോസിനെ കാണാൻ വന്ന തിരക്കാണ് ഇവിടെ നമ്മുടെ ഫ്രണ്ടില്, പമ്പിന്റെ ഫ്രണ്ടില്. നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരു മീറ്റിംഗ് സംസാരിക്കുന്നതാണ്. നമ്മുടെ ബിസിനസ് എല്ലാം മാനേജ് ചെയ്യുന്നത് മിസ്റ്റർ AP പാപ്പനാണ്. ഞാൻ അതാ പുള്ളി കോൺഫറൻസ് ഇട്ടത്. പുള്ളിയാണ് നമ്മുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യണത്. നമ്മുടെ നമ്മളിതൊക്കെ നമ്മൾ ഇന്ന് പുള്ളിക്ക് വരാൻ പറ്റത്തുള്ളൂ, നമ്മളിത് മുന്നിട്ട് നടത്തുന്നേ ഉള്ളൂ. നമ്മുടെ അക്കൗണ്ട്സ് എല്ലാ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യണത് AP പാപ്പനാണ്. നമ്മുടെ കൂട്ടത്തിൽ ബുദ്ധിപരമായിട്ടുള്ള ആൾക്കാരെ വെച്ച് കുറച്ച് മാസ്റ്റർ മൈൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഒന്ന് IP പാപ്പൻ, ഒന്ന് ബാബു, ഇവരൊക്കെയാണ് നമ്മുടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യണം. അല്ലെ ഇതിലെന്തെങ്കിലും പറയാൻ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മുടെ മിസ്റ്റർ എക്സിനെ മാറ്റും. ബാബു ലൂസിയ, എന്തായാലും പറഞ്ഞതിന് നന്ദി. നമ്മളെ ഇത് ഇൻഫോം ചെയ്തതിന് നന്ദി. എന്തായാലും നമ്മള് മിസ്റ്റർ എക്സ് ആയിട്ട് സംസാരിച്ചോളാം. നിങ്ങളൊരു മീറ്റിംഗ് നമുക്ക് എന്തായാലും സംസാരിക്കാം. മറ്റേ ബുക്കിന്റെ കാര്യത്തിൽ ഞാൻ വിളിക്കാനായിട്ട്. പകൽ വിളിച്ചാ രാത്രിയില് ബുദ്ധിമുട്ട്. പകൽ വിളിച്ചാൽ ഞാൻ പോട്ടെ. കൊണ്ടുവിടണോ? അല്ലടോ, ആൾക്കാർ വന്നിട്ടുണ്ട്. നീ വന്നേ ബാബു.
മുള്ളി നമുക്ക് എന്ത് പേടി മുള്ളി AP പാപ്പനുണ്ടല്ലോ മുള്ളി. ഇയാളെ പരിചയപ്പെട്ടില്ലേ ഇങ്ങനെ? ഇല്ല ഇതാണ് ജപ്പാൻ കോച്ച്. ജപ്പാൻ കോച്ചാ? അതെ ഇമ്പോർട്ടഡാ? അതെ ഇമ്പോർട്ടൻസ്. ഓ അപ്പോ അന്യ സംസ്ഥാന തൊഴിലാളികളായിട്ട് നമ്മൾ രണ്ടുപേരായി ടിവിയില്. സത്യം. ഓക്കെ, നിങ്ങൾ എന്ത് ഭാഷ സംസാരിക്കുന്നു? ഇപ്പൊ കുറച്ചും മലയാളം കത്തുകിട്ട് ഇருக்கு. അതെ, പിന്നീട് മലയാളം മാത്രമേ സംസാരിക്കാവൂന്ന ഒരു റൂൾ വരും. അപ്പൊ എന്നെ പോലെ ബ്ലൂവന്റ് ആയിട്ട് മലയാളം സംസാരിക്കണം. ഓക്കെ, ഹലോ, ഞാനത് പമ്പിന്റെ ബാക്ക് സൈഡില്. ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ മറ്റേ നൈസ് ടു മീറ്റ് യു ബ്രോ. ബാബു ഒന്ന് തിരിഞ്ഞു നോക്കണേ പ്ലീസ്, ഒന്ന് തിരിഞ്ഞു നോക്കണേ. ബാബു കണ്ടെയ്നർ എടുക്കാൻ പോയ ലോറിയാണേ. മുള്ളി പോയത് ചന്ദ്രല്ലേ മുള്ളി, എനിക്കറിയാലോ. കണ്ടെയ്നർ എടുക്കാൻ മറന്നിട്ടുണ്ട്. ചന്ദ്ര അണ്ണ ഫസ്റ്റ് സ്റ്റോക്ക് എന്തിയടാ? ലോഡ് കിട്ടില്ലേ? ലോഡൊന്ന് മിസ്സായിപ്പോയി. ഇത് കണ്ടോ, പിള്ളേരെ കുറിച്ച് നല്ല രീതിയിൽ വലിച്ചു നോക്കി, നമ്മളെ കൊണ്ട് ഒക്കൂല. അപ്പൊ ഞാൻ അടുത്ത ലോഡ് എടുക്കാൻ മിസ്റ്റർ എക്സ് എന്ന് വന്നിട്ടുണ്ട്. ഇവിടെ 50% ഫ്ലാറ്റ് പെർസെന്റേജ്, 50%. അപ്പാ സെർവർ കത്തിയേ. കറക്റ്റ് കാര്യം പറ. സർവർ ആണോ കേരള വിഷനാണോ ഇപ്പം പറഞ്ഞു തരാം.